ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പാൽപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റണ അതുപോലെ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണ ഒരു പാൽപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു, പാൽപ്പൊടിയുടെ റെസിപ്പി ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക. പാല് ചെയ്യുമ്പോൾ നമുക്ക് പിരിഞ്ഞു പോവാണ്ടിരിക്കാനായിട്ട് വൃത്തിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് നോക്കണം. അപ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും അതിന് പാൽപ്പൊടി കിട്ടുള്ളൂ. ഇനി ഈ പാല് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടി പിടിക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാൽപ്പൊടി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, പക്ഷേ കുറച്ച് സമയം എടുക്കും ഈ പാലൊക്കെ വറ്റി വരാനായിട്ട്. അപ്പോൾ ഞാനിത് കുറച്ച് അളവിലാണ് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കൂടുതൽ അളവിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം എടുക്കും. അപ്പോൾ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടിയും ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൽ ഇവിടെ തിളച്ചിട്ട് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ ഇതേപോലെ ഇങ്ങനെ വടിച്ച് പാലിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. അടി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അടി പിടിച്ചാൽ നമ്മുടെ പാൽപ്പൊടി നന്നായിട്ടുണ്ടാവില്ല. ആ പാൽപ്പൊടിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പറയണത്. ഇപ്പം നമ്മുടെ പാലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാൽ നല്ല കട്ടിയായിട്ട് ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്രീമി ആയിട്ട് ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ച ഒരു രൂപത്തിൽ ഇതായി കിട്ടും. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലിവിടെ ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഇതൊക്കെ വടിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് പരത്തിയിട്ട് കൊടുക്കാം. അതിന് ശേഷം വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടോ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കി ഇടുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഞാനിത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പരത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഷോൾ ഇട്ടിട്ട് വേണം നമ്മളിത് വെയിലത്ത് വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിൽ മണ്ണും പൊടിയൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഉറുമ്പ് വരാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഷോളൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെറുതാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചത് ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കൂടി അത് പൊടിച്ചിട്ടിട്ട് കൂടി വെച്ച് കൊടുക്കുകയാണ് വെയിലത്ത്. ഒരു കുറച്ച് നേരം കൂടി വെയിൽ കൊണ്ടാൽ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടി. അപ്പോൾ വെയിലിനനുസരിച്ചാണ് നമുക്ക് 1-2 ദിവസമൊക്കെ എടുക്കും ഇത് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു സൗണ്ടാണ് കേൾക്കണത്. മണൽപ്പരുവം പോലെയാണ് ഇപ്പോൾ ഉള്ളത്. നന്നായിട്ട് തന്നെ ഉണങ്ങണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം.
ഇപ്പോൾ പാൽപ്പൊടി ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ പാൽപ്പൊടി ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള വേസ്റ്റ് ഉണ്ടല്ലോ, അത് വീണ്ടും മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വാങ്ങുന്ന പാൽപ്പൊടിയിൽ ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മായമോ കലർപ്പോ ഇല്ലാത്ത വിശ്വസിക്കാൻ പറ്റണം നമ്മുടെ സ്വന്തമായിട്ടുള്ള പാൽപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് അധികം നാൾ പുറത്തിരിക്കാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇത് കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.